ഇതല്ലാത്തൊരു കൂട്ടരുണ്ട്, അൽ ഖാസിർ എന്ന് ഞാൻ പറഞ്ഞു. അവർ നഷ്ടകാരികളാണ്. അവർക്ക് ജീവിതത്തിൽ പാപങ്ങൾ പറ്റിയിട്ടുണ്ട്, പക്ഷേ അവർ തൗബ ചെയ്യാതെ മരിച്ചുപോയി. അതിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് സാധിച്ചിട്ടില്ല. പാപങ്ങൾ ഓർത്ത് തൗബ ചെയ്യാൻ അവർ തയ്യാറായിട്ടില്ല. അതാവാലോ, തൗബ ചെയ്യാലോ, പിന്നെ ആവാലോ എന്നൊക്കെ വിചാരിച്ച് ആ പാപങ്ങളിലായിക്കൊണ്ട് അവർ അങ്ങ് മരിച്ചുപോയി. അങ്ങനെയുള്ള ആളുകൾ അവർ ശിക്ഷിക്കപ്പെടുകയാണ് നാളെ പരലോകത്ത്, പക്ഷേ ശാശ്വതമായിട്ടാവില്ല. അതുകൊണ്ട് അവർ ഖാസിറിന്റെ ഗണത്തിൽ വരുന്നു. ഇവരെ സംബന്ധിച്ചോ അൽ അഖ്സർ എന്നാണ് പറഞ്ഞത്. അഖ്സറുകളായ ആളുകൾ, കാഫിറും മുശ്രിക്കുകളുമൊക്കെയായവർ, വഹുവല്ലദീ ലാ ഹദ്ദ ലഹു ഫിൽ ആഖിറ, പരലോകത്ത് അവന് ഒരു വിഹിതവും ഉണ്ടാവുകയില്ല. അവൻ ശാശ്വതമായി എന്തിൽ തന്നെയായിരിക്കും? നരകാഗ്നിയിലായിരിക്കും. ഈ ആയത്തിനെ സംബന്ധിച്ച് പറഞ്ഞിടത്ത് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഈ ആയത്ത് തന്നെയും മുഅ്തസിലത്തിനും ഖവാരിജുകൾക്കുമൊക്കെ ഖണ്ഡനമുണ്ട് ഈ ആയത്തിൽ നിന്ന്. പഴച്ച കക്ഷികളാണ് മുഅ്തസിലത്ത്, അതുപോലെ തന്നെ വേറൊരു കക്ഷിയുണ്ട് ഖവാരിജുകൾ. അവരുടെ വാദം സുന്നത്ത് ജമാഅത്തും അഹ്ലുസുന്നയും ഖവാരിജുകളും മുഅ്തസിലത്തുമൊക്കെ വേർപിരിയുന്ന ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസമാണ്, ഈ കക്ഷികളൊക്കെ വിശ്വസിക്കുന്നത് ഒരാൾ വൻപാപം ചെയ്തു പോയാൽ അയാൾ കാലാകാലം നരകത്തിലാണെന്നാണ്. ഒരാൾ വൻപാപം ചെയ്താൽ അയാൾ ശാശ്വതമായി നരകത്തിലാണ് എന്ന വിശ്വാസക്കാരാണ് ആര്? ഖവാരിജുകളും മുഅ്തസിലത്തും. ഇന്ന് ആ പേരിൽ ബിദ്അത്തുകാരില്ല, പക്ഷേ ആ ആശയം കൊണ്ട് നടക്കുന്ന ഒരുപാട് ആളുകൾ ലോകത്ത് വിവിധ സംഘടനകളായിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്നുണ്ട്. നമ്മൾ IS പോലെയുള്ളവരൊക്കെ പുറത്തേക്ക് പറയുന്നത് ഈ ആശയങ്ങളാണ്. ഖവാരിജിനൊക്കെ പണി മുസ്ലിമീങ്ങളെ മുഴുവൻ, സഹാബത്തിനെ മുഴുവൻ കാഫിറാക്കി കൊല്ലണമെന്ന് ഫത്വ പുറപ്പെടുവിക്കലായിരുന്നു. ഒരേ കണക്കിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു സഹാബത്തിനെ മുഴുവൻ കാഫിറായിട്ടാണ് അവർ പറഞ്ഞത്. അവരൊക്കെ കൊല്ലണമെന്നുമാണ് പറഞ്ഞത്. ഇന്നും IS ഒക്കെ ലോകത്തോട് വിളിച്ചു പറയുന്ന ആശയതാണ്. ഇവിടെയുള്ള ഭരണാധികാരികൾ അതുപോലെ തന്നെ മറ്റുള്ള ആളുകളൊക്കെ കാഫിറുകളാണ്. അതുകൊണ്ട് അവരെയൊക്കെ കൊല്ലണം, അത്തരം സദസ്സുകളിലേക്ക് വാഹനം വീട്ടിച്ചു കയറ്റി നശിപ്പിക്കണം എന്നൊക്കെയുള്ള നശീകരണവാദങ്ങൾ തീവ്രവാദ പ്രസ്ഥാനക്കാർക്കൊക്കെ ഈ ആശയമാണ് അവർ കൊണ്ടു നടക്കുന്നത്. അപ്പം ഈ ആയത്തിൽ അവർക്ക് ഗണ്ണനുണ്ട് എന്ന് പറയാൻ എന്താ കാരണം? ഈ കൂട്ടരെ പറ്റിയാണ് അവർ ഏറ്റവും നഷ്ടകാരികൾ എന്ന് പറഞ്ഞത്. അപ്പോൾ നഷ്ടകാരികൾ അല്ലാത്ത ഏറ്റവും വലിയ നഷ്ടകാരികളാണ് ശാശ്വതമായി എവിടെ ഉണ്ടാകുന്നത്? നരകത്തിലുണ്ടാകുന്നത്. എന്നാൽ വിശ്വാസികളാണ് അതോടൊപ്പം പാപക്കറകൾ ബാക്കിയായി മരിച്ചുപോയാൽ അവർക്ക് അവർ ചെയ്തിട്ടുള്ള ദുനൂബുകളുടെ തോതനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെന്ത് ചെയ്യുന്നു? നരകത്തീയിൽ ശിക്ഷിക്കും. പക്ഷേ ശാശ്വതമായിട്ടുണ്ടാവില്ല. അവരുടെ ശിക്ഷയുടെ കാലാവധി കഴിയുമ്പോൾ അവരെ അതിൽ നിന്ന് പുറത്തെടുത്ത് ഒരു പ്രത്യേകമായ മാഉൽ ഹയാത്ത് എന്ന പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയ ജീവജലത്തിൽ പ്രവേശിപ്പിച്ച് അവരുടെ രൂപം തന്നെ മാറ്റിയെടുത്ത് അവരെ പിന്നീട് ഒരു കാലത്ത് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുമെന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഇതൊക്കെ വായിക്കുമ്പോൾ ചിലതൊന്നും ജനങ്ങളോട് പറയാതിരിക്കലാ നല്ലതെന്ന് തോന്നിപ്പോകും. ഇത് പറയുമ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കും, എന്താ അറിയോ, അപ്പം അതിലൊക്കെ പെട്ടാലും മതിയായിരുന്നു. ഇതൊക്കെ ഒരു സെക്കൻഡ് നമുക്ക് സഹിക്കാൻ പറ്റുമോ നരകം? ഒരു സെക്കൻഡ്. അപ്പോൾ മനുഷ്യന്മാരാണ് നമ്മുടെ ജീവിതത്തിൽ അബദ്ധങ്ങൾ ചെറുതും വലുതൊക്കെ സംഭവിക്കും. അതൊക്കെ സംഭവിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിരാശയുടേതായ ഒരു മേഖലയിലേക്കും തള്ളിവിട്ടിട്ടില്ല. അതുകൊണ്ടാണല്ലോ ഖുർആൻ എന്ത് പറയുന്നത്? യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം എന്നാ പറഞ്ഞത്. തിന്മകൾ ഒരുപാട് ചെയ്തു കൂട്ടിയവരാണെങ്കിലും ഒരു നിരാശപ്പെടണ്ട, ഇനി അങ്ങോട്ട് ശ്രദ്ധിച്ചാൽ മതി, ഇനി അങ്ങോട്ട് ശ്രദ്ധിച്ചാൽ മതി. അതിൻ്റെ മറുവശവും നമ്മൾ മനസ്സിലാക്കണം. ആ ആയത്ത് ഇനിയും തെറ്റ് ചെയ്യാനുള്ള ലൈസൻസ് ആയിട്ടും കാണരുത്. ഇതുവരെ ചെയ്തതിൽ ഇനി സങ്കടപ്പെടണ്ട, ഇനി അങ്ങോട്ട് നല്ല നിലയ്ക്ക് ജീവിച്ചാൽ മതി, നിങ്ങൾ നിരാശപ്പെടരുത് എന്ന് അല്ലാഹു പറയുന്നു. പൊറുത്തു തരാൻ റബ്ബ് സന്നദ്ധനാണ്. അള്ളാഹു ഒരിക്കലും പൊറുക്കൂല എന്ന് പറഞ്ഞ കാര്യമാണ് അവന് മക്കളുണ്ട് എന്ന് പറയുന്നത്. അള്ളാഹ്ക്ക് മക്കളുണ്ട് എന്ന് പറയുന്ന വാദത്തെ പറ്റി ഖുർആൻ പറഞ്ഞത് എന്താണ്? ആകാശഭൂമികൾ പൊട്ടിപ്പിളരാനും പർവ്വതങ്ങൾ ഇടിഞ്ഞ് തകർന്ന് തരിപ്പണമാകുവാനും പോകുന്ന വാക്കാണത്. അൻദഅഉ റഹ്മാനി വലദ, അള്ളാഹ്ക്ക് റഹ്മാനായ റബ്ബിന് സന്താനമുണ്ടെന്ന് വാദിക്കുന്നത്. പക്ഷെ അവരോട് പോലും അള്ളാഹു പറഞ്ഞതെന്താ? അഫലാ യതൂബൂന ഇലല്ലാഹ് വയസ്തഗ്ഫിറൂനഹു, അവർക്ക് അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങിക്കൂടെ?
അള്ളാഹിനോട് പാപമോചനത്തിന് തേടിക്കൂടെ എന്നാ ചോദിക്കുന്നത്. ഞാൻ സന്നദ്ധനാണ്, പുറത്തു തരാമെന്ന്. അപ്പൊ അതിൽ താഴെയല്ലേ ബാക്കിയുള്ളതൊക്കെ? അതുകൊണ്ട് തന്നെ ഒരു ആശക്കും വകയില്ലാത്തത് ആർക്ക് മാത്രമേ ഉള്ളൂ? കാഫറായി മരിച്ചു പോകുന്നവർക്കാണ്. കാലാകാലം നരകത്തിൽ തന്നെയാണ്. പക്ഷേ അത് വിചാരിച്ച് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുതെന്ത്, ജീവിതത്തിൽ തൗബകളൊന്നും ചെയ്യാതെ എങ്ങനെ ജീവിച്ചാലും കുറച്ചു കാലമൊക്കെ കുറേ കാലമൊക്കെ നരകത്തിലിട്ട് അവസാനമാണ് കഴിച്ചിലാകും. അതുപോലും ചിന്തിക്കാൻ വേണ്ടി, അങ്ങനെ അതിനു വേണ്ടിയല്ല നമ്മളതൊക്കെ പഠിച്ചു വെക്കേണ്ടത്. ഒരു സെക്കൻഡ് പോലും നരകത്തെ സഹിക്കാൻ നമുക്ക് കഴിയൂല. അള്ളാഹുവിൻ്റെ ചോദ്യം അതാണ്, ഫമാ അസ്ബറഹും അലന്നാർ. നരകാഗ്നിയെ സഹിക്കാനാവുമെന്നുള്ള എന്ത് ചിന്തയാണ് അവർക്ക് സംഭവിച്ചു പോയത്? അത് ക്ഷമിക്കാൻ കഴിയുന്നതാണോ? സഹിക്കാൻ കഴിയുന്നതാണോ? അല്ല. അതുകൊണ്ട് ഖാസിറുകളിലും അഖ്സറുകളിലും പെടാതെ റാബിഹുകളിൽ, പരലോക വിജയികളിൽ ഉൾപ്പെടാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഇതൊക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. വഹും ഫിൽ ആഖിറതി ഹുമുൽ അഖ്സറൂൻ. അപ്പം അതിൽ പെടാതിരിക്കലാണ് വിശ്വാസികൾ ചെയ്യേണ്ടത്.